പേരെന്താടാ? നീയാണല്ലേ ഈ ഏരിയയിലെ സ്ഥിരം പോക്കറ്റടിക്കാരൻ? അല്ല സാർ. അല്ലേ? ഡോക്ടർ നന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ. നന്ദകുമാറിനെ ഇറക്കിക്കൊണ്ട് പോയല്ലോ. ഇറക്കിക്കൊണ്ട് പോയോ? ആര്? വരട്ടെ വിശ്വം. ശരി സർ. മിസ്റ്റർ ഇടിക്കുള, താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ എന്ത് നന്ദി പറയാനിരിക്കുന്നു നന്ദകുമാർ? വരട്ടെ. ഓക്കെ, സീ യു. ബൈ. അന്ന് എന്നെ ജയിലിൽ അയക്കാൻ സാർ ഒരുപാട് ബുദ്ധിമുട്ടി. അതിനൊരു പ്രതിപകാരം ഞാൻ ചെയ്യണ്ടേ? ചേട്ടൻ ഒരു പോറൽ പോലും ഏൽക്കുന്നതിന് മുമ്പ് ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ദി വാർ ഈസ് ഓൺ. ആനന്ദ, വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ വന്നപ്പോ അൺഡ്രൈവർ വിട്ടുകൊണ്ട് ലോക്കപ്പിൽ കിടക്കുന്ന കാണാനോ? മറ്റുള്ളവർ കഴിവേറിയാലും വേണ്ടില്ല, താൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതിനുവേണ്ടിയല്ലേ എത്ര നിർബന്ധിച്ചിട്ടും പോലീസ് വന്നിട്ട് ആ പേഷ്യന്റിനെ വിട്ടുകൊടുക്കാഞ്ഞത്? വക്കീൽ പറഞ്ഞു അത്ര പേടിക്കാനുള്ള കേസൊന്നും അല്ലെന്ന്. അതേടോ, ചാവാൻ പോകുന്ന രോഗിയോട് ഡോക്ടർമാർ പറയും പേടിക്കാനില്ലെന്ന്. ജീപ്പിൽ പോലീസിനെ നടുക്കിരുത്തി എന്നെ കൊണ്ടുപോകുമ്പോ ജനം തുറച്ചു നോക്കി, ഒരു കള്ളനെ നോക്കുന്ന പോലെ. ഒരു ഞൊടിയിടയിൽ എല്ലാം അവസാനിച്ചെങ്കിലെന്ന് ഞാൻ ആ നിമിഷം ആഗ്രഹിച്ചു. എന്ത് അപരാധമാണ് അതിനോട് ഞാൻ ചെയ്തത്? എന്നെ ഇങ്ങനെ അനുഭവിപ്പിക്കാൻ. സ്റ്റേഷനിൽ പോലീസിന്റെ വക പ്രയോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ആ വലിയ മനുഷ്യൻ ഇടപെട്ടു. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കും. ആ വലിയ മനുഷ്യൻ ആരാണെന്ന് ചേട്ടൻ അറിയോ? അയാൾ എന്തിനാണ് ഈ ഒക്കെ എനിക്കറിയാം. അയാൾക്ക് ജയിൽ ശിക്ഷ കിട്ടാൻ നീ കാണിച്ച ഉത്സാഹവും ശിക്ഷ കിട്ടിയതും ഒക്കെ ഇടിക്കുള എന്നോട് പറഞ്ഞു. അവിടെയും നീ നിന്റെ വെടുക്ക് കാണിച്ചു. കഷ്ടം. അയാളുടെ അവസ്ഥ കേട്ടിട്ട് സഹിച്ചില്ല. അയാൾ പറഞ്ഞതൊക്കെ ചേട്ടൻ അപ്പാടെ അങ്ങ് വിശ്വസിച്ചു. വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. വെരി ഗുഡ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇക്കാര്യത്തിൽ എത്ര ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും അതൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം, സ്വന്തം സഹോദരൻ വസ്ത്രമില്ലാതെ ലോക്കപ്പിലിരിക്കുന്ന കണ്ട് ആനന്ദിക്കാൻ മാത്രം അനന്തൻ അധപതിച്ചിട്ടില്ല. യു ആർ സോ ക്രൂവൽ ടു സേ ദാറ്റ്. മോനെ, സാർ, ഫോൺ വന്നിട്ടുണ്ട്. ഡോക്ടർ ഇല്ല എന്ന് നമ്മൾ പറയാം, അല്ലേ? വേണ്ട. ഓ, എന്താ ഇടിക്കുളെ തന്റെ ഉദ്ദേശം? ആദ്യം ഡോക്ടർ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോ താൻ തന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് മാത്രമല്ല, ഇടിക്കുളയെ അങ്ങനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ജേക്കബേ, ഒരിക്കലും മറക്കാനാവാത്തൊരു കടപ്പാട് ഡോക്ടർ നന്ദകുമാർ എന്നോടുണ്ടാകണം. ഒപ്പം ചേട്ടനും അനിനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളലും ഉണ്ടാകണം. രണ്ടും നടന്നില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ ഉദ്ദേശം. ഇനിയുമുണ്ട് വേറെ. MBBS പൂർത്തിയാക്കി ബോംബെയിൽ നിന്നും വന്നിരിക്കുന്ന എന്റെ അനിയൻ രഞ്ജിത്തിന് പ്രാക്ടീസ് ചെയ്യാൻ തൽക്കാലം അവന് മദർ ഹോസ്പിറ്റലിൽ ഒരു ജോലി വേണം. ഈ അവസ്ഥയിൽ ഒരു ജോലി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ നന്ദകുമാറിന് അത് നിഷേധിക്കാൻ കഴിയോ? രഞ്ജിത്തിന് അവിടെ ഒരു ജോലി എന്തിന്? ജേക്കബേ, ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ എനിക്ക് ഈസിയായിട്ട് കഴിയും. ഒരു വെടിക്ക് 2 പക്ഷി എന്നല്ലേ താൻ കേട്ടിട്ടുള്ളൂ? ഇടിക്കുളയുടെ വെടിക്ക്
പല പക്ഷികൾ വീഴും. താൻ കണ്ടോ? All right. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അനന്ത, ഇത് ഡോക്ടർ രഞ്ജിത്ത് അബ്രഹാം, മൈ ബ്രദർ ഡോക്ടർ ആനന്ദൻ. ഹലോ. ഹലോ. രഞ്ജിത്ത് ഇടിക്കുള അബ്രഹാമിന്റെ അനിയന. എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെ. രഞ്ജിത്ത് ബോംബെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നത്. സ്വന്തമായൊരു ഹോസ്പിറ്റൽ തുടങ്ങാനാ പ്ലാൻ. ഇടയ്ക്കൊരൽപ്പം പ്രാക്ടീസ്. ഇടിക്കുള ഇങ്ങനെ ആവശ്യം എന്നോട് പറയുമ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത്? ഒന്നുമില്ലേലും ആപത്തിൽ രക്ഷിച്ച ആളല്ലേ. എനിക്ക് പ്രാക്ടീസ് കുറവ്, നിനക്കാണെങ്കിൽ പേഷ്യൻസ് ധാരാളം. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ ഒരു ഡോക്ടറും കൂടെ ഉള്ളത് നല്ലതല്ലേ? നന്നായി. ഇടിക്കുള എബ്രാഹിമിന്റെ അനിയനല്ലേ? എന്തുകൊണ്ട് നന്നായി? എന്നെ തോൽപ്പിക്കണം, അതാണ് ചേട്ടന്റെ ലക്ഷ്യം. അതിനാണ് ഡോക്ടർ രഞ്ജിത്തിനെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ ഇത് അവസാനിപ്പിക്കാൻ. ഞാൻ അവിടെ നിന്ന് പിരിയണം. അയ്യോ, അനന്തം പോയാൽ ആശുപത്രിയുടെ കാര്യം ആകെ അവതാളത്തിലാകും. അതോടെ നാട്ടുകാർ മൊത്തം പറയും ചേട്ടനൊരു ആപത്തുണ്ടായപ്പോൾ അനിയെ ഇട്ടറിഞ്ഞേച്ച് പോയെന്ന്. എന്റെ നേർക്ക് പഴിചാരൻ ചേട്ടന്റെ കയ്യിൽ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. അതൊന്നും തെളിയിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് എന്റെ പരാജയവും. എന്റെ വിധി അല്ല എന്ന് പറയാൻ. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെയോ? എന്റെ ചേട്ടൻ ഉറക്കം നടിക്കുകയാണ്. കുറെ ദിവസമായി മാധവ മനസ്സമാധാനം നശിച്ചിട്ട്. ഞാൻ ഇറങ്ങുന്നു. അനന്തേട്ട ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ആ, മോളുറങ്ങിയോ? ആ ഉറങ്ങി. നീ എന്തിനാ സമ്മതം ചോദിക്കാനും ക്ഷണിക്കാനും ഒക്കെ നിൽക്കുന്നത്? വളം പറ്റി വിളിച്ചാൽ പോരായിരുന്നു. എടുത്തു വയ്ക്കടി. ഓട്ടറ. അല്ലെന്നും ആ, അതിരിക്കട്ടെ, ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെ? കസ്റ്റമേഴ്സിനെല്ലാം ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാവോ? നമ്മുടെ ബിസിനസിന് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഡോക്ടർ അനന്തൻ നമുക്ക് തടസ്സമാകുമെന്നാ തോന്നുന്നത്. എന്നെ അവിടെ നിയമിച്ചതിന് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്കറിയാം. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ നന്ദകുമാർ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാ. ഞാനൊന്ന് ആഞ്ഞു തുമ്മിയാൽ അനന്തൻ തെറിച്ചു പോയിക്കോളും. അച്ചായം ചെയ്യുന്ന ബുദ്ധി തന്നെ ഞാനും ഒന്ന് പ്രയോഗിച്ചു. അവരുടെ ഇടയിലുള്ള ഒരാളെ ഞാൻ എന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നു. അതാരാ? ആള് പുറത്തുണ്ട്. വിശ്വം, നമസ്കാരം. ആ, ഇയാള് ഡോക്ടർ നന്ദകുമാറിന്റെ അളിയനല്ലേ? ഡോക്ടർ നന്ദകുമാറിന്റെ അളിയൻ എന്നതിനേക്കാളും ഒരു ജനസേവകൻ എന്നറിയപ്പെടുന്നതാ എനിക്കിഷ്ടം. എനിക്ക് ഈ ജനസേവകന്മാരൊക്കെ അത്ര വിശ്വാസം പോരാ. എന്താ, തന്നെ വിശ്വസിക്കാമോ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ സാറേ? ഡോക്ടർ രഞ്ജിത്തില്ലേ? എവിടെ എവിടെ? അല്ല, നമ്മളാരാ? ഐ എം എ മാൻ, എ ഹ്യൂമൻ ബീങ്. ഇത് പെശക് കേസാണല്ലോ. വല്ലാണ്ട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തോന്നല്ല. In the beginning there was man. Man was after pleasure. Pleasure was the first sin. And the latest is cobra, cobra, cobra.